ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ നമ്മുടെ ഒരു യൂട്യൂബർ ഉണ്ട്, ശ്രീജിത്ത് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുവൈത്തിലെ ഓണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ ഓരോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇറങ്ങി ഓണ സദ്യകളുടെ ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ വിഭവങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, അവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് കവർ ചെയ്യുക. ഞാനും ശ്രീജിത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളിപ്പോൾ ഒരു മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഓണം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ഓണവും നമുക്ക് കാര്യമായി ആഘോഷിക്കാൻ സാധിച്ചില്ല. നാട്ടിൽ വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് നമ്മൾ ഓണാഘോഷ പരിപാടികളൊക്കെ വളരെ ചെറിയ രീതിയിലാണ് നടത്തിയത്. ഇപ്രാവശ്യവും കൊറോണ എന്ന മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ആഘോഷങ്ങളെല്ലാം ചെറുതാക്കി ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വിദേശത്തു നിന്നുള്ള മലയാളികൾ. കുവൈത്തിലെ മലയാളികളും ഓണ പരിപാടികൾക്ക് വേണ്ടിയിട്ട്, ഓണാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിനായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് ഓണച്ചന്തകളും അതുപോലെ തന്നെ ഓണസദ്യകളും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. നാളെ ഓണം ആഘോഷിക്കാനായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വീടുകളിലൊക്കെ ഇരുന്ന് ഓണം ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുവൈത്തിലെ ഫഹായിൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്? ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാമിലി ഒരു ലിസ്റ്റ് തരും, അതനുസരിച്ചിട്ട് വാങ്ങിക്കണം. ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം. സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഓണസദ്യക്കുള്ള ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആളുകൾ ഇവിടെ വന്നിട്ട് ഓണ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. സദ്യകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആളുകൾക്ക് അത് മേടിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോട്ടലുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും ആളുകൾ അവിടെ പോയിരുന്ന് കഴിക്കാനായിട്ടുള്ളൊരു മടി കൊണ്ട് കൂടുതൽ ആളുകളും വീടുകളിലേക്ക് ഓണം ആഘോഷിച്ച് സദ്യകളൊക്കെ ഒരുക്കി ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഖുറൈനിലുള്ള ലുലുവിലാണ്. ഇവിടെയും കാര്യമായ തിരക്കില്ല. ഇവിടെ ഫാഹിലാണ് കൂടുതൽ തിരക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ AL-RAI ലുലുവിലാട്ടോ. ഇവിടെ അത്യാവശ്യം ഏകദേശം ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തി. ഇവിടെ പായസമൊക്കെ തീർന്നിരിക്കുകയാണ് ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഓണസദ്യയൊക്കെ ഉള്ള ആ ഒരു വിഭവങ്ങളൊക്കെ ഏകദേശം തീർന്നിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങളിവിടെ എത്തിയത്. എന്തായാലും ഓണ ആഘോഷങ്ങൾ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ആളുകൾ വീട്ടിലൊക്കെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഉത്രാടപ്പാച്ചിലിൽ ആളുകൾ ഓണാഘോഷിക്കാനായിട്ടുള്ള, നാളേക്കുള്ള ഓണ ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷമീർ വ്ളോഗ്സിൻ്റെ നല്ലൊരു ഓണാശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.